ഹലോ നമസ്കാരം. ലിനീസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കപ്രഥമനാണ് തയ്യാറാക്കുന്നത്. നേരത്തെ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ചക്ക വരട്ടിയത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് ചക്ക പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു ബൗളിൽ നിറയെ ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു തേങ്ങയുടെ രണ്ടാം പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ ഒന്നാം പാൽ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ ചക്ക വരട്ടിയപ്പോൾ ചുക്ക്, ജീരകമൊക്കെ ഏലക്കെല്ലാം ചേർത്തിട്ട് തന്നെയാണ് വരട്ടിയെടുത്തിട്ടുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക പായസത്തിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. നമ്മൾ ചക്ക വരട്ടിയത് നെയ്യൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചക്ക വരട്ടിയതും പാലുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കാം. കുറച്ചധികം നേരം നമുക്ക് തിളച്ച് കിട്ടണം. ഇത് വരട്ടിയതൊക്കെ നന്നായിട്ട് പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചക്ക വരട്ടിയതോ അല്ലെങ്കിൽ പഴം വരട്ടിയതോ ഒക്കെ ചേർത്തിട്ട് നമുക്കിതുപോലെ പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഇതുപോലെ വരട്ടി വെച്ചാൽ നമുക്ക് ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഞാനതിനിടയ്ക്ക് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യിലിത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ചക്ക പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കുറുക്കി വരുമ്പോൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഗ്ലാസ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്കിത് നെയ്യിൽ മുപ്പിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് പകുതി മൂപ്പാവുമ്പോൾ നമുക്കിതിലേക്ക് കശുവണ്ടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പായസം വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ പായസം, റംബുട്ടാൻ പായസം, ക്യാരറ്റ്, ഡേറ്റ്സ് കൊണ്ടുള്ള പായസം, കടലപ്പരിപ്പ് പ്രഥമൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. മൂപ്പിച്ചെടുത്ത കശുവണ്ടിയും തേങ്ങാക്കൊത്തും നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.